ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു അവർ ചാനൽ. ഞങ്ങൾ ഫ്രണ്ട്സ് അമ്പലദർശനത്തിന് ഇറങ്ങിയതാണ്. ആലുവ മഹാദേവ ക്ഷേത്രം, ചോറ്റാനിക്കര, കൊടുങ്ങല്ലൂർ ക്ഷേത്രങ്ങളിൽ നിന്ന് തൊഴാനാണ് ഈ യാത്ര. ഇതാണ് പെരിയാറിൻ്റെ തീരത്തുള്ള ആലുവ ശിവക്ഷേത്രം. മഹാദേവനാണ് പ്രധാന പ്രതിഷ്ഠ. ആലുവ മണപ്പുറത്തെ ശിവരാത്രി പ്രസിദ്ധമാണ്. ഈ സന്നിധിയിൽ വച്ചാണ് ശ്രീരാമൻ ജടായുവിൻ്റെ ക്രിയാകർമ്മങ്ങൾ ചെയ്തതെന്ന് വിശ്വസിക്കപ്പെടുന്നു. എല്ലാ വർഷവും ശിവരാത്രിക്ക് ശേഷമുള്ള ദിവസം ബലിതർപ്പണത്തിന് ലക്ഷങ്ങൾ എത്താറുണ്ട് ഇവിടെ. കർക്കിടക വാവിനും ബലിയിടാൻ ഇവിടെ നല്ല തിരക്കാണ്. എല്ലാ വർഷവും മഴക്കാലത്ത് ക്ഷേത്രം വെള്ളത്താൽ ചുറ്റപ്പെടുമെങ്കിലും കഴിഞ്ഞ പ്രളയകാലത്ത് ക്ഷേത്രം ഭാഗികമായി വെള്ളത്താൽ മൂടപ്പെട്ടു. ഞങ്ങൾ വീട്ടിൽ നിന്ന് 5 മണിക്ക് ഇറങ്ങിയതാണ്. ഇപ്പോൾ സമയം 7:15. മഞ്ഞ് പെയ്യുന്നുണ്ട്, ചെറിയൊരു മഴക്കോളുമുണ്ട്. പാലത്തിൻ്റെ മറുവശത്ത് നിന്ന് അമ്പലമൊന്ന് സൂം ചെയ്ത് നോക്കാം. നല്ലൊരു മഴ വന്ന് തോർന്നു. പാലം ശൂന്യം, ചെറിയൊരു ചാറ്റൽ മഴയുണ്ട്. അതൊന്നും വകവയ്ക്കാതെ ഞങ്ങൾ തിരിച്ചു നടന്നു. ആ ചാറ്റൽ മഴ ഞങ്ങൾ ആസ്വദിക്കുകയായിരുന്നു. ഞങ്ങൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും വണ്ടിയിലുണ്ട്. ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി. ഇത്തരത്തിൽ വ്യത്യസ്ത കാഴ്ചാനുഭവങ്ങൾ സമ്മാനിക്കുന്ന ആലുവ മണപ്പുറം വിശ്വാസകേന്ദ്രം എന്നതിലുപരി കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൻ്റെ ഒഴിവാക്കാൻ കഴിയാത്ത സ്മാരകം കൂടിയാണ്. എൻ്റെ ഫ്രണ്ട് ഷേർലി ചേച്ചിയാണ് ഈ ട്രിപ്പിൻ്റെ ഓർഗനൈസർ. ചേച്ചി കാരണം ഒരു കൂട്ടായ്മ ഉണ്ടായി. പല ക്ഷേത്രങ്ങൾ സന്ദർശിക്കാനുള്ള അവസരം കിട്ടി. ഇടവേളകളിൽ എൻ്റർടൈൻമെൻറ്റും ഉണ്ട് കേട്ടോ. ചെറിയൊരു ട്രാഫിക് ബ്ലോക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചോറ്റാനിക്കര എത്തി. ബാക്കിലെ ഗ്രൗണ്ടിൽ വണ്ടി പാർക്ക് ചെയ്തു. മഹാലക്ഷ്മിക്കും മഹാവിഷ്ണുവിനും തുല്യ പ്രാധാന്യമാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. പരാശക്തിയെ 3 ഭാവങ്ങളിൽ ഈ ക്ഷേത്രത്തിൽ ആരാധിക്കുന്നുണ്ട്. വെള്ളവസ്ത്രത്തിൽ മഹാസരസ്വതിയായും അഥവാ കൊല്ലൂർ മൂകാംബികാ ദേവിയായി പ്രഭാതത്തിലും, ചുവന്ന വസ്ത്രത്തിൽ ഭദ്രകാളിയായി ഉച്ചയ്ക്കും, നീലവസ്ത്രത്തിൽ ദുർഗാദേവിയായി വൈകുന്നേരവും. ഇവിടെ മേൽക്കാവ്, കീഴ്ക്കാവ് എന്ന് 2 ക്ഷേത്രങ്ങളുണ്ട്. പരാശക്തിയുടെ മറ്റൊരു ഭാവമായ ഭദ്രകാളിയാണ് കീഴ്ക്കാവിലമ്മ. ഷോപ്പിംഗും കഴിഞ്ഞ് തൃപ്പൂണിത്തുറ ഹിൽ പാലസിലേക്കാണ് ഞങ്ങൾ പോയത്. 12:30 ലഞ്ചിന് ക്ലോസ് ചെയ്യുമെന്നാണ് കേട്ടത്. ഞങ്ങൾ അവിടെ എത്തിയത് 12:15. മനോഹരമായ ഗാർഡനും കടന്ന് നേരെ പാലസിലേക്ക്. ഇപ്പോൾ ഇതൊരു മ്യൂസിയമാണ്. മണിച്ചിത്രത്താഴ് സിനിമ ഇറങ്ങിയതോടെ എല്ലാവർക്കും സുപരിചിതമായി ഈ പാലസ്. കൂടാതെ വേറെയും കുറേ സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇവിടെ അകത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല, ഫോട്ടോസ് മാത്രമേ അലൗഡ് ഉള്ളൂ. ശിലാലിഖിതങ്ങൾ, നന്നങ്ങാടികൾ, കുട്ടുവാളികളെ അനങ്ങാൻ പോലുമാവാതെ പട്ടിണിക്കിട്ട് ഇഞ്ചിഞ്ചായി മരിക്കാനായി പൊതുസ്ഥലങ്ങളിൽ തൂക്കിയിടുന്ന ചിത്രവധക്കൂട്, രാജാക്കന്മാർ സഞ്ചരിച്ചിരുന്ന വാഹനങ്ങൾ, പല്ലക്കുകൾ, ഈട്ടിത്തടിയിലുള്ള ആന, മരം കൊണ്ടുണ്ടാക്കിയ കോണിപ്പടികൾ, പഴയ ഡിസൈനിലുള്ള ടൈൽസ്, ചുമരിലെ ചിത്രപ്പണികൾ, സിംഹാസനം, രാജസദസ്സ് എല്ലാം ഇതിനകത്ത് ഭംഗിയായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അകത്തെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തിറങ്ങി. ഓടുകൾ മേഞ്ഞ ഈ നീണ്ട വഴിയിലൂടെ സ്റ്റെപ്പുകളിറങ്ങി ഒരുപാട് നടന്നാൽ ഇവിടത്തെ കുളക്കടവിലെത്താം. മണിച്ചിത്രത്താഴ് സിനിമ കണ്ടിട്ടില്ലേ? കിണ്ടി ഓർക്കുന്നില്ലേ? ഈ പടവുകളുടെ സൈഡിൽ ഇത്രയും വലിയൊരു പാത്രം കണ്ടു. എന്തിനുള്ളതാണെന്ന് അറിയില്ല. ഈ പടവുകൾ ഇറങ്ങിയാൽ നമുക്ക് കുളത്തിനടുത്തേക്ക് പോവാം. പക്ഷെ അതിനുള്ള അനുമതിയില്ല. ഈ ഇരുമ്പ് വേലിക്കെട്ടിനപ്പുറത്ത് കുറേ മാനുകളെ വളർത്തുന്നുണ്ട്. കുറച്ചു മാനുകൾ നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്. ആ കാണുന്ന ഓടിട്ട പുരയാണെന്ന് തോന്നുന്നു അവരുടെ ഷെൽട്ടർ. ഈ മാനുകൾക്ക് പച്ചില പെറുക്കി കൊടുക്കുമ്പോൾ അവരത് സുഖമായി കഴിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഞങ്ങൾക്കും വിശപ്പ് തുടങ്ങിയിരുന്നു. അവിടെ നിന്നും ഇറങ്ങി ലഞ്ചെല്ലാം കഴിച്ച് വീണ്ടും യാത്ര തുടർന്നു. പെട്ടെന്നായിരുന്നു പ്ലാൻ. എല്ലാവരും കൂടി ഒരു മെട്രോ യാത്ര ആയാലോ എന്ന്. SN ജംഗ്ഷനിൽ നിന്ന് മഹാരാജാസിലേക്ക് ടിക്കറ്റ് എടുത്തു. നമ്മുടെ വണ്ടി അവിടെ വന്ന് വെയിറ്റ് ചെയ്യും. മെട്രോ സ്വന്തമായി വാടകയ്ക്കെടുത്ത് ഉല്ലാസയാത്ര പോകുന്ന പ്രതീതിയായിരുന്നു പിന്നെ. ഞങ്ങളുടെ കൂട്ടത്തിൽ അമ്മ, അമ്മായിയമ്മ, മുത്തശ്ശി എന്നീ ഡെസിഗ്നേഷൻ ഉള്ളവരാണ് എല്ലാവരും. പക്ഷേ യാത്ര പോകുമ്പോൾ സമപ്രായക്കാരായ കോളേജ് വിദ്യാർത്ഥികളായി മാറും ഞങ്ങൾ. പുറത്ത് നല്ല മഴയുണ്ട്. കൊടുങ്ങല്ലൂരാണ് അടുത്ത ലക്ഷ്യം. കൊടുങ്ങല്ലൂരമ്മയുടെ അനുഗ്രഹം വാങ്ങി ശിവഭഗവാനെയും നമസ്കരിച്ച് ഇറങ്ങി. ചുറ്റുവിളക്കും ദീപാരാധനയും കണ്ടു. ഇനി വീണ്ടും വരാമെന്ന് പറഞ്ഞ മടക്കയാത്ര. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഇതാണ് കുതിരാൻ തിറക്കം. ഇതുവഴി വീട്ടിലേക്ക്. താങ്ക് യു ഡിയേഴ്സ്.